ശ്രീമതി കലാരാജു, താങ്കളുടെ വിഷയം ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയും സഭയിൽ വലിയ ബഹളവും ഒച്ചപ്പാടും ഉണ്ടായതുമൊക്കെ താങ്കൾ അറിഞ്ഞിരിക്കുമല്ലോ അല്ലേ? അറിഞ്ഞു. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പറയുന്നത് കാലുമാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ഉണ്ടാകുന്ന സ്വാഭാവികമായ തിരിച്ചടി എന്ന രൂപത്തിലാണ്. ആ പ്രതികരണവും താങ്കൾ കണ്ടോ? കണ്ടു. അപ്പോൾ ഇപ്പോഴും CPMന്റെ ഭാഗമായി നിൽക്കുന്ന കലാരാജുവിന്, ഇത്രകാലം CPM സഖാവായി പ്രവർത്തിച്ച കലാരാജുവിന് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ഞാൻ ഒരിക്കലും കാലുമാറ്റത്തെ കുറിച്ച് മനസ്സിൽ ആലോചിച്ചിട്ട് പോലും ഇല്ല. മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഞാൻ CPMന്റെ ഒരു 25 വർഷമായിട്ടുള്ള ഒരു പ്രവർത്തകയാണ്, കൗൺസിലറാണ്. ഞാൻ ഒരിക്കലും കാലുമാറ്റത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുക്കാൻ CPMൽ നിന്നും കലാരാജു മാത്രം നിൽക്കുന്നു. ബാക്കിയുള്ളവരിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോൾ കലാരാജു അതിൽ UDFന് അനുകൂലമായി നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വിവരം ലഭിക്കുമ്പോൾ സ്വാഭാവികമായി ചെയ്യുന്ന നടപടി എന്ന നിലയ്ക്കാണ് അതിനെ മുഖ്യമന്ത്രി കണ്ടിരിക്കുന്നത്. അതിനോട് എന്താണ് പറയാനുള്ളത്? ഞാൻ LDFന്റെ പ്രവർത്തകർ വിട്ടു നിൽക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസിന്റെ ഫ്രണ്ടിൽ വരുമ്പോൾ LDFന്റെ എല്ലാ കൗൺസിലേഴ്സും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ഒപ്പം തന്നെ നിൽക്കാനാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പായിട്ടാണ് അവർ ഈ പ്രതിഷേധം ഉണ്ടാക്കിയതും ഈ സംഭവങ്ങളൊക്കെ നടന്നത്, എന്നെ അവർ ഉപദ്രവിച്ചതും. കലാരാജു, ഇപ്പോൾ 2-3 ദിവസമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണല്ലോ. CN മോഹൻ, എറണാകുളം ജില്ലാ സെക്രട്ടറി, ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കലാരാജുവിനെ പാർട്ടി എന്തിന് തട്ടിക്കൊണ്ടുപോകണം? ഒന്നാമത്തെ കാര്യം, പാർട്ടി മെമ്പറാണ്, നേരത്തെ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച കൗൺസിലറാണ്, പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എന്തിന് പാർട്ടിക്കാരിയെ പാർട്ടി തട്ടിക്കൊണ്ടുപോകണം എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ഒരു വശത്ത് വരുന്നു. അതിനു മുൻപ് താങ്കളെ ഈ സംഘർഷങ്ങൾക്ക് മുൻപ് 4 ദിവസം മുമ്പ് കോൺഗ്രസ് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണം. അപ്പോൾ കലാരാജു അതുവരെയും കോൺഗ്രസ് ക്യാമ്പിലായിരുന്നു, കോൺഗ്രസ് 4 ദിവസം താങ്കളെ കാണാനില്ലായിരുന്നു എന്ന് പറയുന്നതിന് എന്താണ് മറുപടി? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ വിട്ടുപോയിട്ടില്ല. കാരണം ഞാൻ 14-ാം തീയതി പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടിയിൽ പങ്കെടുത്ത ആളാണ്. 15-ാം തീയതി LDFന്റെ കൗൺസിലർ എന്റെ വീട്ടിൽ വന്ന് 1.5 മണിക്കൂറോളം സംസാരിച്ചിരുന്ന ആളാണ്. ഞാൻ കൃത്യമായി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഡോക്ടർക്ക് കൺസൾട്ട് ചെയ്യാൻ പോയിരുന്നു. പിറ്റേ ദിവസം എന്റെ ഒരു ബന്ധു മരിച്ചത് പ്രമാണിച്ച് ഞാൻ ഈ എറണാകുളം പള്ളുരുത്തി എന്ന സ്ഥലത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. 17-ാം തീയതി ചടങ്ങ് എന്റെ ചേച്ചിയുടെ ബന്ധുവാണ്. അപ്പൊ ഞാൻ ചടങ്ങിൽ സംബന്ധിക്കാൻ 17-ാം തീയതി ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നാണ് ഞാൻ അവിശ്വാസത്തിൽ പങ്കെടുക്കാനായിട്ട് പോയത്. അതിന് എനിക്ക് കൃത്യമായ തെളിവുണ്ട്. ഇപ്പോൾ താങ്കളെ ആക്രമിക്കുന്ന രീതിയിലേക്ക് താങ്കളുടെ മകനേക്കാൾ ചെറിയ പ്രായമുള്ള യുവാവടക്കം മോശമായി പെരുമാറുകയും സാരി പിടിച്ചു വലിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത കാര്യമാണല്ലോ ഇപ്പോൾ ഇന്ന് സഭയിൽ ഉന്നയിക്കപ്പെടുന്നത്. അഭിനവകാലത്തെ ദുശാസനന്മാരെ പോലെ പ്രവർത്തിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ രൂപത്തിൽ ആയിരുന്നു താങ്കളുടെ അനുഭവം. എന്താണ് ആ തിക്കിലും തിരക്കിലും യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പാർട്ടിയിലുള്ള സഹപ്രവർത്തകർ, അതുവരെ കൂടെ നിന്നവർ എങ്ങനെയാണ് താങ്കളോട് തിരിച്ചൊരു പ്രതികരണത്തിലേക്ക് വന്നത്? അതിനൊരു കാരണം ഉണ്ടാകുമല്ലോ. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് മുനിസിപ്പാലിറ്റിയുടെ വാതിക്കൽ വന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ ഒപ്പം തോളോട് തോള് ചേർന്ന് നിന്ന വനിതാ സഖാക്കളാണ് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ആൺ സഖാക്കളുടെ, അതുപോലെ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളുമാണ് അലറിക്കൊണ്ട് എന്നെ കഴുത്തിനും മുടിക്കും ചുറ്റിപ്പിടിച്ച് ഈ ആൺ പ്രവർത്തകരുടെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുന്നത്. അവര് വാസ്തവത്തിൽ എൻ്റെ അടിവസ്ത്രം എന്ന് വെച്ചാൽ, അതായത് അടിപ്പാവാടെ വരെ പുറകിന്ന് വലിച്ച് അതിന്റെ ചരട് പൊട്ടിച്ചിട്ടാണ് സാരിയുടെ കുത്തഴിച്ചത്. അപ്പം ഇത്രയും നിഹീനമായ ഒരു പ്രവൃത്തി അവരെന്നോട് ചെയ്തത് തീർച്ചയായിട്ടും അത് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.